ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഇല്ലേ, അതിൻ്റെ മുന്നേ ഉള്ള വീക്കൊക്കെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ നിറയെ ക്വസ്റ്റ്യൻസും ഹെയറിനെ കുറിച്ചും, ഹെയർ ഓയിൽ ഇടുന്നതിനെക്കുറിച്ചും, ഹെയർ ഫോളിനെക്കുറിച്ചും, ഹെയർ ഗ്രോത്തിനെക്കുറിച്ചും, സ്പ്ലിറ്റായി പോകുന്നതിനെക്കുറിച്ചും, നരച്ചു പോകുന്നതിനെക്കുറിച്ചും ഒക്കെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ പറയാം. നിറയെ പേർക്കും എണ്ണ വയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഹെയർ ഫോൾ ഉണ്ട്, അല്ലെങ്കിൽ തണുപ്പാണ്, ഹെയർ ഫോൾ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു ദിവസം എണ്ണ വയ്ക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇനി എണ്ണ വയ്ക്കുന്നവരാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ ബട്ടർ, ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഹെയർ ബട്ടർ നമ്മളുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് എണ്ണ പോലെ ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മൾക്കത് ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ തലയുടെ സ്കിന്നിലേക്ക് കൂടുകയും സ്കാൾപ്പിലേക്ക് ഇൻക്രീസ് ആവുകയും നമുക്ക് ഹെയർ ഫോളിക്കിൾസിൽ നിന്നും പെട്ടെന്ന് മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്ലാക്സ് സീഡ് കൊണ്ടാണ് ഹെയർ ബട്ടർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നല്ല ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നത് അതൊക്കെ അത്രത്തോളം നമ്മുടെ ഹെയറിലേക്കും സ്കിന്നിലേക്കും ഒക്കെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അതൊക്കെ കാണിക്കുന്നത്. ഈസി ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് മാത്രം കാണിക്കുന്നതാണ് നമ്മുടെ ഷോർട്സ്. ഇനി ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഷോർട്സ് നോക്കി ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് കൂടെ നല്ല കുറേ പരിഹാരങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. പിന്നെ പെട്ടെന്നുള്ള ഹോം റെമഡീസാണ് ഷോർട്സിനകത്ത് ഞാൻ പറയുന്നത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണമാണ് നമ്മളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. പിന്നെ സമയത്തിൻ്റെ കുറവ് കാരണം ചിലപ്പോഴൊക്കെ ഷോർട്സ് ഇടാൻ പറ്റാതെ പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പക്ഷത്തിൽ ആ ഷോർട്സിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് ഇന്ന് ഹെയർ ബട്ടർ ഉണ്ടാക്കാൻ തുടങ്ങാം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഹെയർ ബട്ടറിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്ലാക്സ് സീഡ് ആണ്. മുടിക്ക് എന്തൊക്കെ വേണമോ അതൊക്കെയും തരുന്നതാണ് ഫ്ലാക്സ് സീഡ്. omega-3 ഫാറ്റി ആസിഡ് ഒക്കെ ഉണ്ട്. നറിഷ് ചെയ്ത് വെക്കുന്നതുമാണ്. നറിഷ് ചെയ്ത് വെക്കുന്നതിൽ നമ്പർ 1 ആണ് ഈ ഷിയ ബട്ടർ. ഷിയ ബട്ടർ നമ്മൾ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഹെയർ ബട്ടറിലേക്ക് വേണ്ടത് മുരിങ്ങയുടെ പൗഡറാണ്. മുരിങ്ങയുടെ പൗഡർ ഈ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുകയും പെട്ടെന്ന് എക്സ്ട്രീം ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിന് നല്ല ഒരു ഫോം കൊടുക്കുന്നതിനും ഒരു ഷേപ്പ് കൊടുക്കുന്നതിനും അതിന്റെ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിനും വേണ്ടി എമോൾസിഫൈങ് വാക്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്കിതെല്ലാം കൂടെ ഇൻഫ്യൂസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമുക്കൊരു ബീറ്റർ ഗ്ലാസ്സിലേക്ക് മുരിങ്ങയുടെ പൗഡറും എമോൾസിഫൈങ് വാക്സും ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് 50 ഗ്രാം വീതമാണ്. എല്ലാം കൂടെ നമ്മൾക്ക് ഒന്നിച്ചാക്കാം. ഷിയ ബട്ടർ വളരെ നല്ല സ്മെല്ല് മുടിക്ക് തരാനും മുടിയെ ഒരിക്കലും പൊട്ടാതെയും ഷൈനിങ് ആകുകയും സൂക്ഷിക്കുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ നിങ്ങൾക്കറിയാം മുടി വളർച്ചയ്ക്ക് എക്സ്ട്രീം ഹെയർ ഗ്രോത്തിന് എന്തുമാത്രം സഹായിക്കുന്ന ഒന്നാണെന്ന്. വെള്ളം അടുപ്പിൽ വെച്ച് കുറച്ച് തിളച്ചു വരുമ്പോൾ നമ്മൾക്ക് ഇതിനെ ആ വെള്ളത്തിലേക്ക് വേണം ഇറക്കി വെക്കാൻ. ഇതിനാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ അതിനെ ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏകദേശം 30-35 മിനിറ്റോളം ഇൻഫ്യൂസ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മൾക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് പരക്കുകയും നമ്മൾക്ക് അതിലുള്ള വിറ്റമിൻസ്, മിനറൽസ്, നമ്മൾക്ക് മുടിക്ക് വേണ്ട എല്ലാം തന്നെ ആ ഓയിലിലോട്ട് ഇൻഫ്യൂസ് ആയി കിട്ടുകയും ചെയ്യുന്നതാണ്. 35 മിനിറ്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ എടുത്തു മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ഷോർട്സിലും പഴയ വീഡിയോസിലും ഒക്കെ ഉണ്ട്. ഞാനിത് ഉണ്ടാക്കി വെച്ചിരുന്നു. ഫ്ലാക്സ് സീഡ് ജെൽ നമ്മൾക്ക് എല്ലാം കൂടെ ഒരു വലിയ ഒരു കണ്ടെയ്നറിലോട്ടാക്കാം. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള പാത്രം അതിലേക്ക് എടുക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ് ജെൽ നമ്മൾ 200 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് 200 ഗ്രാം തന്നെ അലുവേറ ജെല്ലാണ്. ഇത് ഹോം മെയ്ഡ് അലുവേറ ജെല്ലാണ്. ഇത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇൻഫ്യൂസ് ചെയ്ത ഈ ഓയിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഫ്രീസറിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അലോവേറ ജെല്ലും നമ്മളുടെ ആ ഒരു ഇൻഫ്യൂസ് ചെയ്ത ഓയിലും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് കിട്ടും. ഏത് പ്രായത്തിലും മുടി വളരാനും മുടിയെ മാനേജ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഹെയർ ബട്ടർ. എണ്ണ പോലെ പിടിച്ച് ഇരുന്ന് നമ്മൾക്ക് ജലദോഷമോ ഒന്നും വരില്ല. ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് അതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്ററോ മിക്സിയോ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ഈസി ആയിട്ട് സ്കാൾപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും പെട്ടെന്ന് തന്നെ സ്കാൾപ്പ് അതിനെ അബ്സോർവ് ചെയ്തെടുത്ത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമാണ്. അതുപോലെ തന്നെ താരൻ മാറാനും മുടിയിൽ ഉണ്ടാകുന്ന ചില ആക്നെ പോലുള്ള കാര്യങ്ങളൊക്കെ മാറാനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ മുരിങ്ങയില വളരെ നല്ലതാണ് എക്സ്ട്രീം ഹെയർ ഗ്രോത്തിന്. ഇതുപോലെ നിങ്ങൾക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ലൊരു ഉണങ്ങിയ കണ്ടെയ്നറിലാക്കി വെച്ചാൽ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഇതുപോലെ ആയിരിക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി വളരെ സോഫ്റ്റ് ആൻഡ് ക്രീമിയാണ്. കേക്കിന്റെ ഒക്കെ പുറത്തുള്ള ഐസിങ് ഷുഗർ പോലെ തന്നെ വളരെ നീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് 1 സ്പൂൺ മതിയാവും നമ്മളുടെ ഹെയറിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ഹെയറിൽ തേച്ച് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുന്നതിലാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മസാജ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് എഴുതി അറിയിക്കും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇതാണ് ഈസി ആയിട്ട് നമ്മൾക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ചു വെച്ച് തലയിൽ തേക്കാൻ പറ്റിയൊരു ഹെയർ ബട്ടർ. ക്ലോഗ് ആകില്ല, താരൻ വരാതിരിക്കും, മുടി നരയ്ക്കുന്നത്, അതായത് നമ്മൾ ഹെന്നയൊക്കെ തേച്ച് കഴിഞ്ഞാലും കുളിക്കുമ്പോൾ കളർ പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. മുടി വളരാനും സ്കാൾപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഹെയർ. എപ്പോഴും നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ വെച്ചിട്ട് അത് കവർ ചെയ്യാവുന്നതാണ്. ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കിൻ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം തന്നെ നമ്മുടെ ഹെയറും കൂടെ കെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഹെയർ നമ്മൾക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ വളരില്ല എന്നൊക്കെ നിറയെ പേരും ചിന്തിക്കുന്നത് വെറുതെയാണ്. അങ്ങനല്ല, നമ്മൾക്ക് ഹെയർ നന്നായിട്ട് വളരും. നമ്മുടെ ബോഡിയിൽ വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കുറവില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ആണ് നമ്മൾക്ക് എത്രത്തോളം നമ്മൾ ഹെൽത്തിയാണ്, ഉള്ളിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മളുടെ ഹെയർ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ നോക്കിയാലും അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെയും നമ്മൾക്ക് സാധ്യമാണ് എന്നുള്ളത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ്. ഏതിലൂടെ? റെഗുലർ ആൻഡ് കൺസിസ്റ്റൻസി. ഓക്കെ, റെഗുലർ കെയർ കൺസിസ്റ്റൻസി ആയിട്ട് വിടാതെ നിങ്ങൾ നിരന്തരമായിട്ട് പ്രയത്നിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാണെന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കണ്ട ഹെയർ ബട്ടർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഈ പ്രോഡക്റ്റ് നമ്മളുടെ സൈറ്റിലും നമ്മളുടെ വാട്സപ്പ് നമ്പറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താഴോട്ട് വീഡിയോയുടെ താഴോട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും നിങ്ങൾക്ക് ഫോൺ നമ്പരും കാണാവുന്നതാണ്. ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം കരിമംഗല്യമുണ്ട്, ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കാം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മാത്രമേ അതിന് റിപ്ലൈ പറയുള്ളൂ, ഇവിടെ പറയില്ല. അല്ലെ പിന്നെ നമ്മളുടെ വീഡിയോസ് എടുത്ത് കാണണം. വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമ്മൾ പറയാറില്ല. നിങ്ങൾ പറയുന്ന നല്ല നല്ല കമൻസിന് ഞാൻ ആൻസർ പറയാറുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിന് ഞാനിപ്പോൾ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നോർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ കരിമംഗലത്തിനുള്ളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾ അവിടെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായി കാണണം വരെ ടേക്ക് കെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നല്ലൊരു മെസ്സേജ് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് എപ്പോഴും തരും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ വീണ്ടും ടേക്ക് കെയർ.